ആ സ്ക്രിപ്റ്റ് ചെയ്താക്കും ഭ്രാന്താണ്. കാരണം അങ്ങനെ ഒരു ഭ്രാന്ത സിനിമയാണ്. നല്ല രസമായ സിനിമ കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ച്. ഇത് റൈറ്റ് ചെയ്ത റൈറ്റർക്കും ഭ്രാന്താണ്, ഡയറക്ടർ ചെയ്ത ഡയറക്ടറിനും ഭ്രാന്താണ്. അടിപൊളി സിനിമ, ഗംഭീര സിനിമ, ഒരു രക്ഷയില്ലാത്ത സിനിമ. പൊളി ഐറ്റംസ്. ദിലീപേട്ടൻ്റെ അഴിഞ്ഞാട്ടം, ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ്. ആ പാട്ടും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. പൊളി തകർത്ത് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തില്ലേ, ആ സ്ക്രിപ്റ്റ് ചെയ്താക്കും ഭ്രാന്താണ്. കാരണം അങ്ങനെ ഒരു ഭ്രാന്ത സിനിമയാണ്. നല്ല രസമായ സിനിമയാണ് കേട്ടോ. ഇത് 100% ഭ്രാന്ത സിനിമയാണ്. നിങ്ങൾ വന്ന് എൻജോയ് ചെയ്ത് കണ്ടോ. അടിപൊളി പടം സൂപ്പറാന്നേ. ഭയം, ഭക്തി, ബഹുമാനം, എന്ത് പടമാണിത്. ഇത് CID മൂസൊന്നും ഇനി രണ്ടാം ഭാഗമല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇത്. ഞാൻ പറയണേ, എനിക്ക് സിനിമ കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ച്. ഇത് റൈറ്റ് ചെയ്ത റൈറ്റർക്കും ഭ്രാന്താണ്, ഡയറക്ടർ ചെയ്ത ഡയറക്ടറിനും ഭ്രാന്താണ്. ഇത് കാണാൻ വരുന്നത് നമുക്ക് എല്ലാം ഭ്രാന്താണ്. ക്രിസ്മസ് ആയിട്ട് നമുക്കൊരു ഭ്രാന്ത സിനിമ. വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമ ഇങ്ങനെ എൻജോയ് ചെയ്തു പോകുന്ന ഒരു ഭ്രാന്ത സിനിമയാണ്. ഫുൾ ടൈം ഓണ്. ലാലേട്ടനൊക്കെ തകർത്ത്, ഒരു രക്ഷയില്ല. ലാലേട്ടനൊക്കെ മുണ്ട് പറിച്ചുള്ള അടിയുണ്ട് കേട്ടോ. എന്നിട്ട് ക്യാമിയോ ആയിട്ട് ലാസ്റ്റ് വരുന്ന അടിപൊളി ഒരു ക്യാമിയോ ഉണ്ട്. എല്ലാം രസമാണ്. പാട്ടൊക്കെ അഴിഞ്ഞാടാണ്. ഇതൊരു തട്ടുപൊളിപ്പം പടമാണ്, തട്ടുപൊളിപ്പം പടം. റൈറ്ററെ ഞാൻ നമിക്കുകയാണ്. റൈറ്ററിന് ഭ്രാന്തുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ട് കേട്ടോ. കാരണം അങ്ങനെ മിക്സ് ചെയ്തൊരു സിനിമയാണ്. ഡയറക്ടറൊക്കെ അടിപൊളിയാണ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. ദയവ് ചെയ്ത് അശ്വന്ത് ഗോക്ക് ഈ പടത്തിന് നെഗറ്റീവ് റിവ്യൂ പറയണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എങ്കിലും ഇത് ഹിറ്റ് ആവുള്ളൂ. ഇത് ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററാണ്. ക്രിസ്മസ് തൂക്കി. അശ്വന്ത് ഗോക്ക് ധൈര്യമായിട്ട് നെഗറ്റീവ് പറഞ്ഞ അടിപൊളി പടം, കിടിലം പടം. തിയേറ്ററിലേക്ക് പോരാ എല്ലാവരും. ഇത് വേണം കേട്ടോ, ചെറുപ്പക്കാരുടെ. ഇത് പിള്ളേരുടെ സിനിമയാണ്. ചെറുപ്പക്കാരെല്ലാം കൂടെ ഒന്ന് എൻജോയ് ചെയ്ത്. ലാലേട്ടനൊക്കെ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നങ്ങനെയൊക്കെ എന്ത് കാണിക്കുന്നത്, എന്ത് രസമായിട്ട് ചെയ്തൊക്കെ അറിയാമോ. എനിക്ക് ഭ്രാന്ത് പിടിച്ചു. തമാശ എനിക്ക് ഭ്രാന്തായി. ഇത് എല്ലാ സിനിമയും കൂടെ മിക്സ് ചെയ്യാം. മണിച്ചേട്ടൻ്റെ പാട്ട്, ഏതൊക്കെ സിനിമ എങ്ങോട്ടൊക്കെ പോകുന്നത് എനിക്കെന്തായിരുന്നു. മൊത്തത്തിൽ നമുക്ക് ഒരു എന്താ പറയണേ, ആ ഒരു ചരക്കടിച്ച ഫീലുണ്ട്. അതൊക്കെ ഉണ്ട്, ഒരു ഫീലുണ്ട്. നിങ്ങൾ മാറ്റി തിയേറ്റർ പൂരപ്പുറമ്പ. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടന്റെ കയ്യിലേക്കാണ്. നമ്മൾ പറയുന്നത് ഇത് ദിലീപേട്ടന്റെ സിനിമ അല്ല കേട്ടോ. ഇതിൽ ദിലീപേട്ടൻ മാത്രമായിട്ട് എൻ്റെ സിനിമ, എൻ്റെ ബോഡി, എൻ്റെ മുഖം, അങ്ങനെയുള്ള സിനിമ അല്ല. കിട്ടിയവർക്കെല്ലാം നല്ല തകർത്ത്. ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ പടക്ക സ്റ്റാറിൻ്റെ ഒക്കെ പടം ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്യുന്നത്. പടക്ക സ്റ്റാറൊക്കെ പൊളിച്ച് രക്ഷയില്ല. ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ബൈജു, മോഹൻലാല്, ദിലീപ്, ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും മികച്ച ഗംഭീര പ്രകടനമാണ് എല്ലാവരും. എനിക്ക് പേരെടുത്ത് ഞാൻ ഇനി പറഞ്ഞ് ഓർത്ത് പറയേണ്ട ഒരു സമയമില്ല. എനിക്ക് എൻ്റെ വട്ടായി. ഫൈറ്റൊക്കെ അതിലേ പറയാം. ലാലേട്ടൻ വന്നത് തൂക്കി എടുത്തോണ്ട് പോവാണ്. ലാലേട്ടൻ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ രോമമൊക്കെ എഴുന്നിട്ട് നൃത്തം ഇങ്ങനെ കളിക്കും. 100% ഇത് പ്രാന്ത സിനിമയാണ്. എല്ലാം ബോബി സുന്ദർ, ഷാൻ ഒക്കെ